പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ചാപ്റ്റർ 5 ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും 2015 മുതൽ 2019 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇവിടെ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഇന്ന് പാർട്ട് 1 ആണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രീവിയസ് ചോദ്യം അവയുടെ ഉത്തരങ്ങളുടെ അനുബന്ധ എക്സ്പ്ലനേഷനുകൾ 3 പാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു C++ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഏകദേശം 25 മാർക്ക് വരെ ചോദ്യങ്ങൾ 4 മുതൽ 7 വരെയുള്ള C++ന്റെ ടോപ്പിക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ചോദ്യ പാറ്റേണിലോട്ട് വന്നാൽ പിക്ക് ദ ഓഡ് വൺ ഔട്ട് പോലെയുള്ള ചോദ്യങ്ങൾ, വാലിഡ് ഇൻവാലിഡ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ, ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ, ആപ്ലിക്കേഷൻ തലത്തിലുള്ള ചോദ്യങ്ങൾ എന്നിവയാണ് ഈ 4 മുതൽ 7 വരെയുള്ള പാഠങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നത്. കാരണം C++ എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. ഇനിയും ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന പാഠത്തിലോട്ട് വന്നാൽ ആ പാഠം വളരെ കൃത്യമായി കാര്യമായി കാര്യങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ മനസ്സിലാക്കിയാൽ പല ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ പലപ്പോഴും പല എക്സ്പ്ലനേഷനും സമയബന്ധിതമായി കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഇവിടെ ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അനുബന്ധമായി വരുന്ന കാര്യങ്ങളും പരമാവധി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി 1ാമത്തെ ചോദ്യം, മെമ്മറി റിക്വയർമെന്റ് ഓഫ് വോയിഡ് ഡാറ്റ ടൈപ്പ് ഇൻ C++ ഈസ് ഡാഷ് ബൈറ്റ്സ്. ജൂലൈ 2017 ചോദ്യമാണ്. ചോദ്യം ഇതാണ്, വോയിഡ് ഡാറ്റ ടൈപ്പ് C++ലെ വോയിഡ് ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണ്? നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, C++ൽ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ ഉൾപ്പെടുന്നതാണ് വോയിഡ് എന്ന് പറയുന്നത്. വോയിഡ് ഡാറ്റ ടൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് 0 ബൈറ്റ് ആണ്. വോയിഡ് എന്ന് പറയുന്നത് ഒരു empty ഡാറ്റ ടൈപ്പ് ആണ്. ഇനി 2ാമത്തെ ചോദ്യത്തിലോട്ട് വരാം. ദ മെമ്മറി സൈസ് ഓഫ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഇൻ C++ ഈസ് ഡാഷ് ബൈറ്റ്സ്. സെപ്റ്റംബർ 2015 ചോദ്യം. C++ലെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്ര എന്നാണ് ചോദ്യം. 4 ബൈറ്റ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ് എന്നിവ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഉപയോഗിക്കുന്നത് GNID ആണ്. GNIDയിലെ കമ്പൈലറാണ് GCC. GCC കമ്പൈലറിൽ ഇന്റിന്റെ സൈസ് 4 ബൈറ്റ്, ഫ്ലോട്ടിന്റെ 4, ക്യാറിന്റെ 1, ഡബിളിന്റെ 8, വോയിഡിന്റെ 0 ബൈറ്റുകൾ. ഇങ്ങനെയാണ് ഓരോ ഡാറ്റ ടൈപ്പിന്റെ സൈസ്. ഈ പറഞ്ഞ കാര്യം, അതായത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളും അവയുടെ സൈസുകളും കൃത്യമായി കാണാതെ പഠിച്ചു വെച്ചാൽ ഇങ്ങനെയുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളെ നല്ല രീതിയിൽ ഉത്തരം എഴുതാനും ഇവയ്ക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്നതാണ്. മനസ്സിലാക്കേണ്ട കാര്യം, GNID ആണ് യൂസ് ചെയ്യുന്നത്. GCC കമ്പൈലർ ആണ് C++ന്റെ സോഴ്സ് കോഡിനെ ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. C++ ഒരു കമ്പൈലർ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. C++ന്റെ ആദ്യകാല പേരാണ് C വിത്ത് ക്ലാസസ്. ഫോളോ ചെയ്യുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ഫണ്ടമെന്റിനകത്ത് ഈ കാര്യമായിട്ട് ബന്ധിക്കുന്ന എക്സ്പ്ലനേഷൻ. ഇവിടെ ഓരോ ഡാറ്റ ടൈപ്പിന്റെയും സൈസ് വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ടോക്കൺസ് ദാറ്റ് നെവർ ചേഞ്ച് their value while execution takes place. മാർച്ച് 2015 ചോദ്യം. ചോദ്യം ഇതാണ്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ടോക്കണുകളെ പറയുന്ന പേരെന്താണ്? ഉത്തരമാണ് ലിറ്ററൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് C++ന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളെയാണ് ടോക്കൺ എന്ന് പറയുന്നത്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ടോക്കണുകളെ വേരിയബിൾ എന്നും, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ടോക്കണുകളെ കോൺസ്റ്റന്റ് എന്നും അറിയപ്പെടുന്നു. ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലിറ്ററലിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് CONST. ഇങ്ങനെയും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 4ാം ചോദ്യം, എക്സ്പ്ലെയിൻ ദ റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയർ
മാർച്ച് 2015 ചോദ്യം. ആദ്യം നമുക്ക് ഐഡന്റിഫയർ എന്താന്ന് പറയാം. ഒരു ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ C++ലെ പേര്, അതായത് ഒരു വേരിയബിളിന്റെ പേരാവാം, കോൺസ്റ്റന്റ് പേരാവാം, ഫംഗ്ഷന്റെ പേരാവാം, അല്ലെങ്കിൽ അറേയുടെ പേരാവാം. C++ലെ പേരുകളെയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഇനി അറിയേണ്ടത് ഒരു ഐഡന്റിഫയറിന്റെ പേര് കൊടുക്കുമ്പോൾ പാലിക്കുന്ന നിയമം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ നിയമം അതാണ്, ഒരു ഐഡന്റിഫയറിന്റെ പേര് വേണമെങ്കിൽ അണ്ടർസ്കോറിൽ തുടങ്ങാം, ലെറ്ററിൽ തുടങ്ങാം, പക്ഷെ നമ്പറിൽ തുടങ്ങും. 2, വൈറ്റ് സ്പേസുകളും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും പേരിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ അണ്ടർസ്കോർ ഉപയോഗിക്കാം. 3, കീവേഡുകൾ ഐഡന്റിഫയർ ഉപയോഗിക്കാൻ പാടില്ല. 4, അപ്പർ കേസ് ലെറ്റേഴ്സിനെയും ലോവർ കേസ് ലെറ്റേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് C++ കേസ് സെൻസിറ്റീവ് ആണ്. കാരണം C++നകത്ത് യൂസ് ചെയ്യുന്നത് ആസ്കി ക്യാരക്ടർ സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എയുടെ ആസ്കി വിലയാണ് 65, ചെറിയ അക്ഷര എയുടെ 97. ഇപ്പോൾ ക്യാപിറ്റൽ എയും ചെറിയ അക്ഷരയെയും വ്യത്യസ്തമായ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, വ്യത്യസ്തമായ ആസ്കി വാല്യൂ ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇനി വാലിഡ് ഇൻവാലിഡ് പോലെയുള്ള ചോദ്യങ്ങൾ ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കാം. അതായത് കുറെ ഇൻവാലിഡ് തന്നിട്ട് എന്തുകൊണ്ടാണ് ഇൻവാലിഡ്, അല്ലെങ്കിൽ ഇൻവാലിഡിറ്റിയുടെ റീസൺ എന്താണെന്ന് ചോദിക്കും. ഇനി 5ാം ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലോട്ട് G = 9.8 ആൻഡ് കോൺസ്റ്റ് ഫ്ലോട്ട് G = 9.8. സെപ്റ്റംബർ 2015 ചോദ്യം. മനസ്സിലാക്കേണ്ട കാര്യം, ഫ്ലോട്ട് G = 9.8 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് ഇത്തരം വേരിയബിളിന്റെ വാല്യൂ മാറ്റാൻ സാധിക്കുന്നു. എന്നാൽ കോൺസ്റ്റ് ഫ്ലോട്ട് G = 9.8 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റിനെ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് മനസ്സിലാക്കേണ്ടത്, ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കോൺസ്റ്റ് ഫ്ലോട്ട് G = 9.8 എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി 6ാം ചോദ്യം, ക്ലാസിഫൈ ദ ഐഡന്റിഫയർ ഗിവൺ ബിലോ ആസ് വാലിഡ് ആൻഡ് ഇൻവാലിഡ്. ഗീവ് റീസൺ ഫോർ ഇൻവാലിഡിറ്റി. തന്നേക്കുന്ന ഐഡന്റിഫയറിനെ വാലിഡ് ഇൻവാലിഡ് എന്ന് പറയുന്ന 2 വിഭാഗമാക്കുക. ഇൻവാലിഡ് ആയിട്ട് വരുന്ന പേരുകൾ എന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആകുന്നത്. ഇനി നമുക്ക് വാലിഡ് ഏതാണെന്ന് നോക്കാം. അണ്ടർസ്കോർ num1 വാലിഡ് ആണ്. കാരണം നേരത്തെ പറഞ്ഞു, ദ നെയിം ഓഫ് ദ ഐഡന്റിഫയർ ക്യാൻ ബിഗിൻ വിത്ത് അണ്ടർസ്കോർ. അണ്ടർസ്കോറിൽ വേണമെങ്കിൽ തുടങ്ങാം. സം വാലിഡ് ആണ്. ഇനി ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ്, ഇഫ് സ്വിച്ച് ഇൻവാലിഡ് ആണ്. കാരണം രണ്ടും കീവേഡ് ആണ്. ഇനി std സ്പേസ് ഏജ്, ഇവിടെ വൈറ്റ് സ്പേസ് എന്ന് പറയുന്ന ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നേരത്തെ പഠിച്ചു, ഒരു ഐഡന്റിഫയറിന്റെ പേരിൽ വൈറ്റ് സ്പേസുകൾ ഉൾപ്പെടാൻ സാധിക്കത്തില്ല. അപ്പോൾ std സ്പേസ് ഏജ് എന്ന് പറയുന്ന ഐഡന്റിഫയർ ഇൻവാലിഡ് ആണ്. കാരണം വൈറ്റ് സ്പേസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ദ നെയിം ഓഫ് ഐഡന്റിഫയർ എന്ന് പറയുന്ന നിയമം ഇവിടെ വയലേറ്റ് ചെയ്യുന്നു.